ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള സാക്ഷികൾ പറയുന്നത്. അമ്മയ്ക്ക് ഷുഗറിൻ്റെ അസുഖം വന്നിട്ട് കാലിൽ 2 വിരൽ കട്ട് ചെയ്ത് അത് ഭയങ്കരമായിട്ട് അങ്ങ് പഴുത്ത്. പിന്നെ 6 മാസത്തോളമായി. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ക്യാൻസറിൻ്റെ ആരംഭമാണെന്ന് പറഞ്ഞു. അത് ഇഞ്ചക്ഷൻ ചെയ്യണം, 3 ഇഞ്ചക്ഷൻ ചെയ്യണം. ഭയങ്കര വിലയാണ്, 17,500 രൂപയാണ് ഒരു ഇഞ്ചക്ഷന് വില. ആ സമയത്ത് ഞാൻ ഇവിടെ വരാൻ കാര്യം വെച്ചാൽ ഞാനിവിടെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യണം. അപ്പോൾ എൻ്റെ അമ്മയെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് അമ്മയെ കൊണ്ടുവന്നതാണ്. ഇവിടെ ഒരു 2 വർഷം മുമ്പാന്ന് തോന്നുന്നു ഇവിടെ സാരോപരം അവിടെ പാർക്കിൽ ജാഗരണ പ്രാർത്ഥന, ഈ സ്പിരിറ്റ് ജീസസിൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ട്. ഞാൻ മിക്കവാറും ഇവിടെ കുരിശുപള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരും. എനിക്ക് പ്രാർത്ഥന ഒന്നും അറിയില്ല, ഞാനൊരു ഹിന്ദുവാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നപ്പോഴാണ് ഒരു ബ്രദർ എനിക്കൊരു നോട്ടീസ് തന്നു. അങ്ങനെ ഞാൻ ഇതുമായിട്ട് എൻ്റെ അമ്മയായിട്ട് രാത്രി ഞങ്ങളോട് പ്രാർത്ഥനയ്ക്ക് പോയി. അന്നേരം ഒരു ബ്രദർ പറഞ്ഞു ഈശോ കരുതലുള്ളവനാണ്, ഈശോ നിന്നെ കരുതുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രാർത്ഥന ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ അമ്മയായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പോയി ഒരു ഇഞ്ചക്ഷൻ ചെയ്തു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് വേറെ അസുഖം കൂടെ വന്നു. കഷത്തിലും പഴുത്ത്, കാലിൻ്റെ ഉപ്പൂറ്റിയുടെ അവിടെയും പഴുത്ത്. ആകെ വല്ലാത്തൊരു ഇതായിരുന്നു. ഞാൻ എന്നിട്ട് സത്യം പറഞ്ഞാൽ അമ്മയെ 2 ദിവസം ആശുപത്രിയിൽ നിട്ടിട്ട് വരുമ്പോൾ വെച്ചാൽ പെണ്ണുങ്ങളുടെ വാർഡിലാണ്, അത് നോക്കാനില്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അമ്മയുടെ ഡ്രസ്സ് മാറാനില്ല, പഴുപ്പൊക്കെ പഴുത്ത ആളിഞ്ഞ ആകെ ഇതൊരു ഭയങ്കര വിഷമമായി. പക്ഷേ എൻ്റെ അമ്മ അന്ന് ആ പ്രാർത്ഥനയ്ക്ക് വന്നപ്പം മുതൽ അമ്മ എപ്പോഴും ജപമാല ചൊല്ലും. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അന്ന് അവിടെ ഒരു പ്രാർത്ഥനയ്ക്ക് വന്നു പ്രാർത്ഥിക്കാൻ പഠിച്ചു. അങ്ങനെ ഒറ്റയ്ക്ക് ആശുപത്രി കിടന്നിട്ട് അമ്മയുടെ കാല് എല്ലാം വൃത്തിയായിട്ട് ഈ കഷത്തിൻ്റെ അവിടെ ഉണങ്ങി, കാലിന് മുറിവ് ഉണങ്ങി. അതുപോലെ തന്നെ ഞങ്ങൾ 3ാമത്തെ പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയപ്പോഴത്തേക്ക് പിന്നെ ഇഞ്ചക്ഷൻ ചെയ്യേണ്ടതാണ് ഡോക്ടർ പറഞ്ഞു. ഈ പ്രാർത്ഥന തന്നെ ഇവിടെ ഇതിങ്ങനെ അറിയുന്നത് ഞാൻ ഇന്നലെ വൈകിട്ട്, ഞാൻ മിക്കവാറും ഈ കുരിശുപള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരും. ഇന്നലെ വൈകിട്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇതേപോലെ ഒരു ബ്രദർ എനിക്ക് നോട്ടീസ് എൻ്റെ പോക്കറ്റിലുണ്ട്, നോട്ടീസ് തന്നു. ഞാൻ അമ്മയെ അന്നേരം തന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ എന്നിട്ട് എനിക്കിങ്ങനെ അമ്മയ്ക്കിങ്ങനെ സൗഖ്യം കിട്ടിയത് ഞാൻ സത്യം ഇന്നലെയാണ് അറിയുന്നത്. വെച്ചാൽ പ്രാർത്ഥനയ്ക്ക് വന്നതിന് ശേഷമാണല്ലോ അമ്മയ്ക്ക് ഇങ്ങനെ ഞങ്ങൾക്കൊരു ഭയങ്കര അത്ഭുതം ചെയ്ത്. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് ഇന്നലെ രാത്രി 5:45 എനിക്ക് നോട്ടീസ് കിട്ടുന്നത്. ഞാൻ അമ്മയ്ക്ക് ഫോൺ ചെയ്ത് എൻ്റെ അമ്മ വന്നു അവിടുന്ന്. അതായിരിക്കും അവിടെ മഞ്ഞ്. അമ്മ എന്താ എണീറ്റ് നിൽക്കും. അതെ, ഞാനും അമ്മയെ ഈ സാക്ഷ്യം പറയാനായിട്ടാണ് എൻ്റെ അമ്മയും കൊണ്ട് ഞാൻ വന്നത്. അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു അസുഖം ഇല്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. കാല് വിരൽ ഉണങ്ങിയിട്ടുണ്ട്, കാലിൻ്റെ ഉപ്പൂറ്റിയുടെ കാല് അത് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. നന്ദിയുണ്ട് യേശുവേ, നന്ദി യേശുവേ. ഈ ബ്രദറാണെന്ന് സ്റ്റേജിൽ നിന്ന് പറഞ്ഞ യേശു കരുതലുള്ളവനാണ്, യേശു കരുതുന്നു. ആ പ്രാർത്ഥന ഞാൻ മറക്കില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഈ വിരലാണ് 2 കട്ട് ചെയ്ത് കാലിൻ്റെ ഇതാണ്. അതുപോലെ തന്നെ കാലിൻ്റെ ഉപ്പൂറ്റി എന്ന് പറഞ്ഞാൽ പഴുത്തിട്ട് പുഴുക്കളൊക്കെ ഇങ്ങനെ വരുമായിരുന്നു. എൻ്റെ അമ്മ ഞാൻ 2 ദിവസം ഞാൻ മെഡിക്കൽ കോളേജിൽ ഞാൻ ഇട്ടിച്ചു പോയി. എന്ന് വെച്ചാൽ എനിക്ക് പെണ്ണുങ്ങളുടെ വാർഡായത് കാരണം നോക്കാനൊന്നും ആളിൽ. എൻ്റെ അമ്മ എപ്പോഴും ചെറിയ കൊന്ത അവിടുന്ന് അന്ന് ഞങ്ങൾക്കൊരു ബ്രദർ തന്നു. ആ കൊന്ത അമ്മ എപ്പോഴും പ്രാർത്ഥിക്കും. അങ്ങനെ അമ്മയ്ക്ക് മരുന്നും എല്ലാം ഒരു ഡോക്ടർ അമ്മയെ നല്ലപോലെ നോക്കി എൻ്റെ അമ്മ. ഞാൻ എന്നിട്ട് വന്നിട്ട് എനിക്ക് പറയാൻ പറ്റുന്നു. ഇത് ശരിക്കും അമ്മയ്ക്ക് എന്തായാലും അസുഖം ഉണ്ടായിരുന്നു? എന്ത് രോഗമായിരുന്നു? ഷുഗറായിരുന്നു. ഷുഗർ വന്ന് കാലിൻ്റെ മേളിൽ ഇങ്ങനെ പൊട്ടി പഴുത്തിട്ട് വിരൽ കട്ട് ചെയ്ത്. 3 വിരലിലെ കാലുള്ളൂ, 2 വിരലെ കാലിൽ. അങ്ങനെ ഒരു 6 മാസത്തോളം ഇത് കരിയാതായപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ക്യാൻസറിൻ്റെ ഒരു ആരംഭമാണ്. അത് ഇതിനാണെങ്കിലും ഭയങ്കര വില. എനിക്കൊരു വാങ്ങാനൊന്നും സാധിക്കില്ലാത്ത എനിക്ക് ഈ ചെമ്മണ്ണൂർ ബേബി എന്ന് പറഞ്ഞ അവരുടെ ഒരു ടെസ്റ്റ് തിരുവനന്തപുരത്തുണ്ട്. 3 ഇഞ്ചക്ഷനും ഞങ്ങൾക്ക് അവർ സ്പോൺസർ ചെയ്തു. പക്ഷെ 1 ചെയ്തുള്ളൂ, പിന്നെ 2 ചെയ്യേണ്ടി വന്നില്ല. ശരീരത്തിലൊക്കെ മറ്റേ പഴുപ്പുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. കഷത്തിൽ ഈ കഷത്തിൻ്റെ അവിടെ പൊട്ടി പഴുത്തിട്ട് ഡോക്ടർ തിരിയിട്ട് പറയാൻ പറ്റത്തില്ല, അത്ര ഒരു അവസ്ഥയായിരുന്നു അമ്മ. അത് പിന്നെ ഊറ്റിയുടെ അവിടെ പുഴുക്കൾ വരുമായിരുന്നു. അങ്ങനെ ഞാൻ അമ്മ ഇട്ടു പോയി. എനിക്ക് 5-6 മാസമായിട്ട് അമ്മ ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് ആരും നോക്കാനൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ മോനായിട്ട്. പിന്നെ ഞാൻ ഭയങ്കര വിഷമത്തിലാണ്. പക്ഷെ എൻ്റെ അമ്മ ഭയങ്കര പ്രാർത്ഥിക്കുകയും ജപമാല പ്രാർത്ഥിക്കുക. അങ്ങനെ
ഞാൻ അതുപോലെ തന്നെ മദ്യപിക്കുമായിരുന്നു. അതൊന്നും ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് അതൊന്നും ഇല്ല, പോകുന്നു ഒരു സ്വഭാവവും. നമുക്കൊരു നിമിഷം എഴുന്നേറ്റിരിക്കാം. ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ് നമ്മളിവിടെ കണ്ടത്. വൈദ്യശാസ്ത്രത്തിന് മുമ്പിൽ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച് ഒരു മരുന്നിനെ സുഖപ്പെടുത്താനാവാത്ത ഈ മകള് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. കർത്താവിൻ്റെ കരം അവളെ തൊട്ടപ്പോൾ അത്ഭുതകരമായ സൗഖ്യം കൊടുത്ത് നമ്മളെ വിടിപ്പിച്ച കർത്താവെ നന്ദി പറയുകയാണ്. ഈ മകൾ അങ്ങയിൽ അർപ്പിച്ച വലിയ വിശ്വാസം, ഈ മകൻ അർപ്പിച്ച വിശ്വാസം, ഈ മകൻ കടന്നു വന്ന പ്രാർത്ഥനയിൽ പങ്കെടുത്തത്, ഈ പ്രിയപ്പെട്ട മകളുടെ പരിശുദ്ധ അമ്മയിൽ വിശ്വാസം അർപ്പിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചത് ദൈവം ഈ കുടുംബത്തിന് മേലെ അനുഗ്രഹമാക്കി അവിടുന്ന് മാറ്റി കർത്താവെ നന്ദി പറയുന്നു. ഈ മകനുണ്ടായിരുന്ന മദ്യപാനം എന്ന ബന്ധനത്തിന് വിടുവിച്ച കർത്താവെ നന്ദി പറയുന്നു. ഈ മകൾ കൊടുത്ത വലിയ വിടുതലിനും സൗഖ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒന്നുചേർന്ന് അങ്ങ് വാഴ്ത്തി സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, മഹത്വം കർത്താവെ നന്ദി. യേശുവേ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇളങ്ങി സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കരം നിന്റെ മേലെന്നും ഉണ്ടായിരിക്കട്ടെ. ഈ മകളെ ഞെരുക്കിയ പീഡിപ്പിച്ച സകല പൈശാചിക ശക്തികളും പരിപൂർണമായി വേരോടെ ഇവിടെ സ്വാധീനങ്ങൾ പിഴുതെറിയുന്നു, വിട്ടു മാറിപ്പോകട്ടെ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവസിച്ച് നിന്റെ ഹൃദയത്തിലും നിന്റെ മനസ്സിലും ശരീരത്തിലും ആത്മാവിലും അവിടുത്തെ ശക്തി നിറഞ്ഞു നിൽക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം എന്നും നിന്റെ മേൽ ഉണ്ടാകട്ടെ, നിന്റെ കുടുംബത്തിലും ഉണ്ടാകട്ടെ. മനം മുരുകിയവരെ ആശ്വസിപ്പിക്കുന്ന, ഹൃദയം തകർന്നവർക്ക് സൗഖ്യം നൽകുന്ന സമീപസ്ഥനായ ദൈവം നിന്റെ കൂടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇവനെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവെ അങ്ങയുടെ കരം അവനെ തൊട്ടതുകൊണ്ട് ഇവന് മദ്യപാനം ഉപേക്ഷിക്കുവാൻ സാധിച്ച ദൈവമേ നന്ദി പറയുന്നു കർത്താവെ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് മല നിറഞ്ഞ് അവനെ ഒരു പുതിയ സൃഷ്ടിയാക്കിയ മാറ്റി നന്ദി പറയുകയാണ്. ഒരിക്കലും ഇനി തിന്മയിൽ കടന്നു വരാതിരിക്കട്ടെ. അവിടുത്തെ ചൈതന്യം വല്ല നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രകാശം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കരങ്ങൾ അടിച്ച് നന്ദി പറഞ്ഞു.